തീം 7 ഇംപീരിയൽ ക്യാപിറ്റൽ വിജയനഗര. വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വെയർ അമരനായകാസ്? ആരായിരുന്നു അമരനായകന്മാർ? അമരനായകന്മാർ സൈനിക മേധാവികളാണ്. രാജാക്കന്മാർ ഇവർക്ക് ഭരിക്കുന്നതിനു വേണ്ടി നിശ്ചിത ഭൂമി നൽകിയിരുന്നു. ഈ പ്രദേശങ്ങളെ അമര എന്നാണ് വിളിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളുടെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരാണ്. അതുകൊണ്ടാണ് അവരെ അമര നായകന്മാർ എന്ന് വിളിച്ചിരുന്നത്. അവർ കർഷകർ, കൈവേലക്കാർ, കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് നികുതികളും കരങ്ങളും പിരിച്ചെടുത്തു. ദി അമര നായക വെയർ ദ മിലിറ്ററി കമാൻഡേഴ്സ് ഓഫ് വിജയനഗര. They were given territories to govern by the Rayas. These territories were called Amara. The Amaras were ruled by Amara Nayakas. They collected taxes and other dues from peasants, craftsmen and traders. Second question, explain the structure of forts and road in Vijayanagara. വിജയനഗര ഭരണാധികാരികൾ നിർമ്മിച്ച കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും സവിശേഷത വിശദമാക്കുക. വിജയനഗരത്തിലെ നഗരത്തിൽ ഭീമാകാരവും കരുത്തുറ്റതുമായ കോട്ടമതിലുകൾ ഉണ്ടായിരുന്നു. കോട്ടമതിലുകളുടെ നിർമ്മാണത്തിന് കുമ്മായമോ സിമൻറ്റോ ഉപയോഗിച്ചിരുന്നില്ല. കോട്ടകൾക്ക് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിച്ചിരുന്നു. നഗരത്തിനകത്തും നഗരത്തിന് വെളിയിലേക്കും ധാരാളം റോഡുകൾ നിർമ്മിച്ചിരുന്നു. റോഡുകളുടെ ഇരുവശങ്ങളിലും അങ്ങാടികൾ ഉണ്ടായിരുന്നു. The significant feature of the city of Vijayanagara was its huge and strong fortifications. No mortar or cementing agent was used anywhere in the construction. There was an arch on the gateway and a dome over the gate. A number of roads were constructed within the city and leading out from it. Bazaars were located on the side of these roads. Theme 8, Peasants, സെമീന്ദാസ് ആൻഡ് ദ സ്റ്റേറ്റ്. കർഷകർ, സെമീന്ദാർമാർ, രാഷ്ട്രം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 2 types ഓഫ് പെസൻസ് ഇൻ മുഗൾ ഈറ. മുഗൾ കാലഘട്ടത്തിലെ 2 തരത്തിലുള്ള കർഷകരെ വിശദീകരിക്കുക. മുഗൾ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള കർഷകർ ഉണ്ടായിരുന്നു. ഒന്ന് ഗുദ്കഷ്ത, 2 പാഹി കഷ്ത. ഗുദ്കഷ്ത, ഈ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ഗ്രാമങ്ങളിൽ സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നു. ദ ഗുദ്കഷ്ത വെയർ റെസിഡൻസ് ഓഫ് ദ വില്ലേജ് ഇൻ വിച്ച് ദേ ഹെൽഡ് ദെയർ ലാൻഡ്സ്. പാഹികഷ്ത എന്നറിയപ്പെട്ട കർഷകർക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റ് ഗ്രാമങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ദ പാഹികഷ്ത വെയർ നോൺ റെസിഡൻറ്റ് കൾട്ടിവേറ്റേഴ്സ് ഹൂ ബിലോങ് ടു ദ സം അതർ വില്ലേജ് ബട്ട് കൾട്ടിവേറ്റഡ് ലാൻഡ്സ് എൽസ്വെയർ ഓൺ കോൺട്രാക്ച്വൽ ബേസിസ്. Second question, what were ജമ ആൻഡ് ഹസിൽ? ജമ, ഹസിൽ എന്നീ പദങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജമ, മുഗളരുടെ ഭൂനികുതി വ്യവസ്ഥയിലെ ആദ്യഘട്ടം കർഷകർ നൽകേണ്ട ഭൂനികുതിയുടെ സംഖ്യ നിർണ്ണയിക്കലാണ്. ഇങ്ങനെ നിർണ്ണയിക്കപ്പെട്ട സംഖ്യയെ ജമ എന്ന് വിളിച്ചു. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ലാൻഡ് റവന്യൂ സിസ്റ്റം വാസ് ദ അസസ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ലാൻഡ് ടാക്സ്. The amount thus assessed was called ജമ. ഹസിൽ, നികുതി സംഖ്യയുടെ യഥാർത്ഥ പിരിവാണ് 2ാം ഘട്ടം. ഇങ്ങനെ പിരിച്ചെടുത്ത സംഖ്യയെ ഹസിൽ എന്ന് പറയുന്നു. The second stage was the actual collection of tax amount. The amount thus collected was called ഹസിൽ. Third question, women in the farming community in Mughal era. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾ സുപ്രധാനമായൊരു പങ്കു വഹിച്ചിരുന്നു. വിശദമാക്കുക. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾ സുപ്രധാനമായൊരു പങ്കു വഹിച്ചിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് വയലുകളിൽ പണിയെടുത്തു. കൈത്തൊഴിലുകളായ നൂൽനൂൽപ്പ്, മൺപാത്ര നിർമ്മാണത്തിനായുള്ള കളിമണ്ണ് കുഴയ്ക്കൽ, തുന്നൽപ്പണി എന്നിവ സ്ത്രീകളുടെ അധ്വാനത്തെ ആശ്രയിച്ച് നടന്നിരുന്ന അനേകം തൊഴിലുകളിൽ ചിലതാണ്. സ്ത്രീകൾക്കിടയിൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. പോഷകാഹാരക്കുറവ്, തുടർച്ചയായ ഗർഭധാരണം, പ്രസവ സമയത്തുള്ള മരണം എന്നിവയായിരുന്നു ഇതിന് കാരണം. വിമൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്.
women worked shoulder to shoulder with men in the fields. Artisanal work such as spinning and sifting and kneading for pottery and embroidery were mainly dependent on female labor. The mortality rate among women was very high due to malnutrition, frequent pregnancies, and death during childbirth.